ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ഇന്ന് നോക്കേണ്ടത്, ഇന്ന് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഡിവൈൻ എനർജി നമ്മൾക്ക് ഈ ഒരു 24 hours ഇന്നത്തെ ദിവസം നമുക്ക് തരുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ അവയർനെസ്, അതിനനുസരിച്ച് നമ്മളുടെ മുന്നിൽ ഓരോ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് ടാക്കിൾ ചെയ്ത് നമ്മൾക്ക് നല്ല തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡിവൈൻ ഗൈഡൻസിലേക്ക് നോക്കുകയാണേ. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഓവറോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യാത്ത ഒന്നും, അത് ബന്ധുക്കളാവാം, അല്ലെങ്കിൽ കൂട്ടുകാരാവാം, അല്ലെങ്കിൽ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മളെ പ്രൈസ് ചെയ്ത് പുകഴ്ത്തി ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ ബെനിഫിറ്റൊക്കെ സ്വീകരിക്കുന്നവരാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആ ഒരു ടെംപ്റ്റേഷനൊക്കെ തോന്നുന്ന പല കാര്യങ്ങളിൽ നിന്നും സ്റ്റക്കായി കൺഫ്യൂസ്ഡായി നിന്നുകൊണ്ട് അവരെ ഇങ്ങനെ നമ്മളുടെയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു പൊസസീവ്നെസ്, കൺട്രോളിങ് ഇഷ്യൂസിൽ നമ്മുടെയാണ് എന്ന് പിടിച്ചു വയ്ക്കുമ്പോൾ അത്രയും പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ പിടിച്ചു വയ്ക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഒരു മനുഷ്യനെ വാളുകൊണ്ട് മൊത്തം കുത്തി പരിക്കേൽപ്പിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യാത്ത പലതിനെയും നമ്മളിങ്ങനെ നമ്മുടേതാണ്, വേണം എന്നുള്ള രീതിയിൽ വിട്ടു പോകരുത്, അല്ലെങ്കിൽ എൻ്റെ നിന്ന് പോകരുത് എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇവിടെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ അല്ല, അതൊരു മരണ രീതിയിലുള്ള കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടാത്തത് നമുക്ക് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനെ ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തണം. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ പിന്നെയും ഡബിൾ എനർജി നമ്മളെ വന്ന് പല രീതിയിലും അറ്റാക്ക് ചെയ്യും. അതല്ലായിരുന്നോ നല്ലത്, അതുപോലെ ഒരെണ്ണം മിന്നി കിട്ടുമോ, അല്ലെങ്കിൽ അവരുമായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ സാലറി ഇത്തിരി കുറവാണെങ്കിലും അവിടെ നമുക്ക് ആ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ സാലറി ഇത്തിരി കൂടുതലാണെങ്കിലും നമുക്ക് ആ ഒരു ഓഫീസേഴ്സ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ടോർച്ചറിങ് കുറച്ച് തോനെ നേരം ഇരുന്ന് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവർ പറയുന്നിടത്തൊക്കെ പോകണമെങ്കിൽ സാരമില്ലല്ലോ, സാലറി നല്ല രീതിയിലുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾക്ക് മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ടോർച്ചറിങ് തരുന്ന പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ തരുന്നതിലേക്ക് പിന്നെയും നമ്മളെ തന്നെ കൊണ്ടുവരാനായിട്ട് നമ്മളിലുള്ള ഡീമൻസ് അല്ലെങ്കിൽ ഡബിൾ എനർജി നമ്മളെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രപഞ്ചശക്തി പറയുന്നത്, അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണും കാതും എല്ലാം കെട്ടിയിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവരാ ഒരു ചതിക്കുഴിയിൽ അവിടെ സ്റ്റക്കാക്കി ഇടും. പിന്നെ ജീവിതത്തിൽ നമുക്കൊരു വളർച്ചയോ ഉയർച്ചയോ ഒന്നും ഇല്ലാതെ അവിടെ എപ്പോഴും അതിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാം സന്തോഷമായിരിക്കും എന്ന് കരുതി അങ്ങോട്ട് ഹെഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇരട്ടിക്ക് പെയിൻ നമുക്ക് തരും. ആരാണ് ആ പെയിൻ തരുന്നത്? പ്രപഞ്ചശക്തിയാണ് തരുന്നത്, ഈശ്വരനാണ് തരുന്നത്. എന്തിന്? നിങ്ങൾക്ക് ഇതിൽ വളരെ മെച്ചപ്പെട്ട ആ ഒരു രീതിയിലുള്ള ജീവിതമാണെങ്കിലും സൗഭാഗ്യങ്ങളാണെങ്കിലും അനുഗ്രഹങ്ങളാണെങ്കിലും യൂണിവേഴ്സൽ ഫോഴ്സ് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് അതിൽ നിന്നെല്ലാം നീങ്ങി ജീവിതം നല്ല ശോഭനമാക്കിക്കൊണ്ട് അമേസിംഗ് ആയിട്ട് മുന്നോട്ട് പോകണം. നമ്മളൊരു തീരുമാനം എടുത്ത് അതിനുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാലേ പ്രപഞ്ചശക്തി നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പലതും നമ്മളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. നിങ്ങൾ ഒരു സ്റ്റാഗ്നൻ്റ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ നിൽക്കാതെ നിങ്ങളുടെ ജീവിതം ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് സഞ്ചരിച്ച് പോവുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗുഡ് മോർണിംഗ്.